ചില പ്രതിസന്ധികളിൽ ദൈവം സംസാരിക്കാറുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഉണർന്നു പ്രാർത്ഥിക്കുക. എന്നാൽ മറ്റു ചില സമയങ്ങളിൽ ദൈവം പറയുന്നത് പ്രാർത്ഥന വേണ്ടെന്ന് പറയുന്നില്ലെങ്കിലും നിങ്ങൾ പ്രതികരിക്കേണ്ട, നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കേണ്ട, ജഡത്തിൽ പ്രതികരിക്കേണ്ട, നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് എവിടെയൊക്കെയോ പ്രവർത്തിക്കാനുള്ളപ്പോഴാണ് ദൈവം പറയുന്നത് നിങ്ങൾ മിണ്ടാതിരിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതും നമ്മുടെ മേലെ അവിശ്വാസം കയറി വരുന്നതും സംശയമൊക്കെ വരുന്ന ചില വാക്കുകളോ സാഹചര്യങ്ങളോ ഒക്കെ നമ്മളെ ചൊടിപ്പിച്ച് കൊണ്ടുവരാറുണ്ട്. പക്ഷേ കർത്താവ് പറയുന്ന അവിടെ നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. നോക്കിക്കോണം, 46-ാം സങ്കീർത്തനത്തിലെ 10-11 വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. ഇന്ന് ശാലോം സന്ദേശം കേൾക്കുന്ന ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ ദൈവശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപാട് സ്നേഹത്തോടു കൂടി വന്ദനം ചെയ്യുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഈ സന്ദേശം ദൈവം നിങ്ങൾക്ക് നൽകി തരുന്നുണ്ട്. അത് കേൾക്കുക. കൂടാതെ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, രാത്രി 8:45 മുതൽ, ഇന്ത്യൻ സമയം 8:45 മുതൽ 9:45 വരെ 1 മണിക്കൂർ ഓൺലൈൻ വർഷിപ്പും ഒരു വിടുതൽ സന്ദേശവും ദൂതുകളൊക്കെ നിങ്ങൾ കേൾക്കാൻ പറ്റും. ഓൺലൈൻ വഴിയാണ്. അതിൻ്റെ സൂമിൻ്റെ ഐ ഡിയും പാസ്വേഡും ഒക്കെ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതട്ടെ. പരിശുദ്ധാത്മ പറയുകയാണ്, എല്ലാത്തിനോടും പ്രതികരിക്കണ്ട. കാണുമ്പോഴെല്ലാം നമുക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ വരും. പ്രാർത്ഥിച്ചിട്ടും ചില സമയത്ത് പ്രാർത്ഥിച്ചിട്ടും എന്താ പരിഹാരം വരാത്തത് എന്നുള്ള ചിന്തയിൽ ചിലതൊക്കെ പ്രതികരിക്കാറുണ്ട്. ഇസ്രായേൽ ജനങ്ങളുടെ പ്രതികരണം പല മേഖലകളിലും മോശമായി പോയപ്പോഴാണ് വാഗ്ദത്തത്തിലേക്ക് അവരെത്താൻ താമസിച്ചത്. ചിലർ വഴിയിൽ പട്ടുപോകുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഈ പുറപ്പാട് പുസ്തകത്തിൽ ജനം പിറുപിറുക്കാൻ തുടങ്ങിയ കാര്യമാണ്. ചെങ്കടലിൻ്റെ വാതിൽക്ക് വന്ന് പിറുപിറുക്കുകയാണ്. ഞങ്ങൾ ഈജിപ്തിൽ വെച്ച് മരിച്ചാൽ മതിയായിരുന്നു, ഈ വെള്ളത്തിൽ വീണ് മരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഫറവോൻ ഞങ്ങളെ കൊല്ലത്തിലായിരുന്നു, ഈജിപ്തിൽ വെച്ച് മരിച്ചാൽ മതി. എവിടെയാണെങ്കിലും മരിക്കും, പക്ഷേ മരിക്കാൻ സുഖം ഈജിപ്റ്റ് ആയിരുന്നാണ് അവർ പറയുന്നത്. അതേപോലെ അവരുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്ത ഭയത്തിലാണ് അവർ പറയുന്നത്. അവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം മോശയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. മോശ പറയുകയാണ്, പുറപ്പാട് 14:14, യഹോവ നിങ്ങൾക്കൂടി യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളെ വിളിച്ച ദൈവം ചെങ്കടലിനെ ഉണ്ടാക്കിയ ദൈവമാണ്. അതിനകത്തൊരു വഴി കണ്ട ദൈവമാണ്. നമ്മളത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടുന്നു. പക്ഷെ ദൈവം പറയാണ്, ഞാൻ വഴി തുറക്കും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ ദൂത് നിങ്ങളോടാണ് പരിശുദ്ധാത്മ പറയുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനത്തിലെ തൊട്ട് പുറകിലുള്ള വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരുന്നു? അവൻ ഭൂമിയുടെ അറ്റങ്ങൾ മുതൽ മറ്റേ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ രഥങ്ങളെ തകർത്ത് കളയുന്നു, വില്ലൊടിച്ച് കുന്തം മുറിച്ചു രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ശത്രുവിൻ്റെ ഏതൊക്കെ ആയതുകൊണ്ടോ അതിനെ തകർക്കാൻ ശക്തിയുണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും അവൻ്റെ ആയുധങ്ങൾക്കും. ദൈവത്തിൻ്റെ ആയുധങ്ങളൊക്കെ വ്യത്യസ്തമാണ്, മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, യഹോവ യുദ്ധം ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിൽ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവം പ്രവർത്തിക്കുമെന്ന് മാത്രം പറയാം. നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഒന്നും അറിയില്ല എന്ന് ചിന്തിക്കേണ്ട. പറയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം പ്രവർത്തിക്കും, യഹോവ കാര്യം സാധിപ്പിക്കും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ ചെയ്തോളും, അവൻ കാര്യം ചെയ്യും. അതൊന്ന് പറയാൻ പഠിക്കുക. യോശുവ അത് പഠിച്ചു, കാലേബും അത് പഠിച്ചു, മോശെ അത് പഠിച്ചു, അവർ ജയിച്ചു. ദൈവം ചെയ്യും, കാത്തിരിക്കുക. യഹോവ നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട് അവർ നമുക്ക് ഇരയായി മാറും. എത്ര വലിയവനാണെങ്കിലും, അനാക്യനാണെങ്കിലും, മല്ലനാണെങ്കിലും ഇരയായി മാറും. ദാവീദ് ഗോലിയാത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഗോലിയാത്തിന് മുമ്പിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഗോലിയാത്ത് ഭയങ്കര വലുപ്പമുള്ള, ശാരീരികമായ വലുപ്പമുണ്ട്, അതേസമയം തന്നെ ഭയങ്കര യുദ്ധാഭ്യാസമുള്ള ആളാണ്. ഒരുപാട് ആയുധങ്ങൾ അവൻ്റെ കയ്യിലുമുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ദാവീദ് ഒറ്റ പേരിലാണ് ചെല്ലുന്നത്. സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ചെല്ലുകയാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് കേൾക്കണം. 1 ശമൂവേൽ 17:46 വാക്യം. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദ് പറയുക, ഞാൻ നിന്നെ കൊന്ന തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും.
ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. ഈ ഒരൊറ്റ പേരില്ല, തൊട്ട് പുറകത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, നീ എന്നെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ ആയുധങ്ങളും വാളൊക്കെ ആയിട്ടാ, പക്ഷേ ഞാൻ വരുന്നത് ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് സൈന്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറയുന്നത്. ദൈവത്തിന് സൈന്യമുണ്ട്, അത് വിശ്വസിച്ച് നമ്മൾ പറഞ്ഞാൽ മതി. ദൈവം യുദ്ധം ചെയ്യും. ദാവീദിൻ്റെ ധൈര്യവും ബലവും ദൈവത്തിൻ്റെ സൈന്യത്തിലായിരുന്നു, ശൗലിൻ്റെ സൈന്യത്തെ അല്ല. അവർ തോറ്റ് പിന്മാറി മനസ്സുകൊണ്ട് നേരത്തെ പരാജയം സമ്മതിച്ച് മാറി നിൽക്കുന്നവരാ. പക്ഷേ ദൈവത്തിൽ വലിയ വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ സൈന്യം ഒരിക്കലും പിന്മാറുകയില്ല. ആ ദൈവത്തിൻ്റെ സൈന്യത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ ഇറങ്ങി ചെല്ലുക. ഇപ്പം വെട്ടി കൊലപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ തുണ്ടം തുണ്ടമാക്കി കളയാനായിട്ട് കഴിയുന്ന ആയുധമുള്ളവൻ്റെ മുമ്പിൽ പോയി നിൽക്കുക. അവൻ പറയുന്ന ഒറ്റ കാര്യമുണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സകലരും അറിയും. അത് എൻ്റെ പേരറിയണ്ട, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായി നിൽക്കുകയാണ്. ദൈവമുണ്ടെന്ന്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വരും അറിയും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക, എൻ്റെ സർവാധികാരം എന്തെന്ന് ജനം അറിയട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പ്രതികരിക്കണ്ട. ചിലപ്പോൾ തോന്നും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ എന്താണ്, പ്രതികരിച്ചിട്ട് ഒത്തിരി കാര്യമില്ല. ദൈവം പ്രതികരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് പറയും, നീ സൈലൻ്റ് ആയിരിക്കെ, അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്ക്, നീ ദൈവസന്നിധി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കാത്തിരുന്നാൽ മതി. പ്രതികരിക്കേണ്ടവൻ പ്രതികരിക്കും. നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, കള്ളത്തരങ്ങൾ പറഞ്ഞ് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യും. അങ്ങനെയുള്ള അപമാനം അനുഭവിക്കുന്നവരുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ട് മിണ്ടാതെ നടക്കുന്ന ഒത്തിരി മനുഷ്യരില്ലേ? തെറ്റിദ്ധാരണ കൊണ്ട് മറ്റുള്ളവർ തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തിയ ആളുകളില്ലേ? ഇല്ലേ? ഇതിൻ്റെയൊക്കെ നടുവിൽ എന്താ ചെയ്യുന്നേ? ഒത്തിരി കാര്യം ചെയ്യാനില്ല. പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച ഒരു കാര്യം പറയാം, ദൈവത്തോട് കാര്യങ്ങളെല്ലാം പറയുക. ദൈവത്തോട് പറയുന്നവർ പിന്നെ ബാക്കി മിണ്ടാതിരുന്നാൽ മതി. ദൈവമാകാം ബാക്കി കാര്യങ്ങളെ തെളിയിക്കുന്നതും തീരുമാനിക്കുന്നു. രാമേൻ പറഞ്ഞ് ആമേൻ. നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ദൂതായത്. സംസാരിക്കേണ്ടവർ സംസാരിച്ചോളും, പക്ഷെ ദൈവം മുമ്പാകെ നമ്മൾ കാത്തിരിക്കണം, ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ മിണ്ടാതിരിപ്പിനെന്ന് പറഞ്ഞു. ഇനി രാജാക്കന്മാരുടെ പുസ്തകം നോക്കിക്കോണം. 18-36 വാക്യത്തിൽ ഏലിയാവ് ഒരു മനുഷ്യനായി നിന്ന് ബാക്കി ബാലിൻ്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും കൂടെ 850 പ്രവാചകന്മാർ കർമ്മേൽ കൊടുമുടിയിൽ നിൽക്കുകയാണ്. അവിടെ യഹോവയ്ക്ക് വേണ്ടി ഒരു യാഗപീഠമൊക്കെ പണിതിരിക്കുക. എന്നാൽ ആദ്യം ബാലിൻ്റെ പ്രവാചകന്മാർ യാഗപീഠം പണിതിട്ട് തീയിറക്കാനായിട്ട് നോക്കിയപ്പോൾ ദൈവം തീയിറക്കുന്നുമില്ല, ഒന്നും നടക്കുന്നില്ല, അവർക്ക് തീയിറക്കാൻ കഴിയില്ല. ഒടുവിൽ ഏലിയാവ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചത് കേട്ടോണേ. 1 രാജാക്കന്മാർ 18:36. ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് ചെന്നു, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഞാൻ നിൻ്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിൻ്റെ കൽപ്പന പ്രകാരം ചെയ്തുവെന്നും ഇന്ന് വെളിപ്പെട്ട് വരട്ടെ. അപ്പോൾ നമ്മളുടെ കാര്യം ഇതാണ്, ഞങ്ങളാരുമല്ല, ഞങ്ങളുടെ സൈന്യം ഒന്നുമില്ല, പക്ഷേ ഇസ്രായേലിൽ നീയാണ് ദൈവം. അത് വെളിപ്പെടുത്തുവാൻ നീ ശക്തനാണെന്ന് പറഞ്ഞാൽ ദൈവം ശക്തനാണ്, ദൈവം വെളിപ്പെടുത്തും. തീ കൊണ്ടവൻ ഉത്തരവരണം. ആമേൻ. ഹല്ലേലൂയ. ഒടുവിൽ ഈ ഏലിയാവ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ വലിയൊരു തീ ആ യാഗപീഠത്തിലേക്ക് ഇറങ്ങി വന്ന് യാഗവസ്തുവിനെ ദഹിപ്പിച്ച് ചുറ്റുപാടും ഉണ്ടായിരുന്ന സകലത്തെയും ദഹിപ്പിച്ച് അവിടെ കെട്ടിയിരുന്ന വെള്ളം കെട്ടിയിട്ടിരുന്നു. ആ വെള്ളം കൂടെ ഉണക്കിക്കളഞ്ഞു, വറ്റിച്ചു കളഞ്ഞു. സാക്ഷാൽ ദൈവം ആരാണ്? സഹോദരങ്ങളെ, പ്രതികരിക്കേണ്ട, പ്രാർത്ഥിക്കുക. ദൈവം കാര്യങ്ങൾ ഇടപെട്ടോളും, കാര്യങ്ങൾ ചെയ്തോളും. നീതി നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ ദൈവം കാര്യങ്ങൾ ചെയ്തോളും. വേദന തോന്നുന്ന സംഭവങ്ങളായിരിക്കാം, നമ്മുടെ നന്മകളോ അവകാശങ്ങളോ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നവരായിരിക്കാം. നമുക്ക് എന്താ പ്രതികരിക്കേണ്ടത്? നമ്മളെ സഹായിക്കാൻ ഈ ലോകത്തിലെ ഒരു കോടതിയോ ഗവൺമെൻറ് ഒന്നും കാണാൻ നിർബന്ധമില്ല. ചെയ്യുന്നവർ ചെയ്തു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമല്ല. എല്ലാം പ്രതികൂലമായാലും ദൈവം എനിക്ക് അനുകൂലമുണ്ടെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളുവിൻ. 62 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യങ്ങൾ വായിക്കുന്നു, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് രക്ഷ വരുന്നത് കൊണ്ട് എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി അങ്ങ് മൗനമായിട്ടിരിക്കുക. കാരണം രക്ഷ അവിടെ നിന്നാണ് വരുന്നത്. വേറെ എവിടെ നോക്കണ്ട കേട്ടോ, വേറെ എവിടെ നോക്കണ്ട, വേറെ ആരോടും പ്രതികരിച്ചൊന്നും ചെയ്യണ്ട. കർത്താവിനെ നോക്കി മൗനമായിരിക്കുക, രക്ഷ അവങ്കിൽ നിന്ന് വരും. നിങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ ദൈവം കരുതിയിട്ടുണ്ട്. അത്ഭുതകരമായി മഹത്വകരമായതും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമേൻ. ഇതൊരു പ്രവചന ദൂത് പോലെ നിങ്ങൾ സ്വീകരിച്ചോ.
ഈ ഡിസംബർ അവസാനിക്കും മുമ്പേ നിങ്ങളുടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യും, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്യും. ആമേൻ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ദൈവം, അവിടുന്ന് മാത്രം ദൈവമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഏറ്റു പറയുന്നു. നീ ദൈവമെന്ന് ഞങ്ങൾ നിന്നെ സേവിക്കുന്നെന്നും അവിടുന്ന് വെളിപ്പെടുത്തും. കർത്താവേ, ഞങ്ങൾ പ്രതികരിച്ചു പോകുന്ന ഞങ്ങളുടെ കൺട്രോളൊക്കെ നഷ്ടമായി ഞങ്ങൾ പ്രതികരിച്ചു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. കർത്താവേ, അത് ഏതെങ്കിലും വ്യവഹാരങ്ങളായിട്ടോ അല്ലെങ്കിൽ കർത്താവേ മറ്റുള്ളവരോടുള്ള സംസാരങ്ങളായിട്ടോ അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്നതായിട്ടൊക്കെ അതെല്ലാം ഞങ്ങൾ ക്ഷമിക്കണം. അവിടുന്ന് പ്രതികരിച്ചാൽ മതി, അവിടുന്ന് ഇടപെട്ടാൽ മതി, അവിടുന്ന് യുദ്ധം ചെയ്താൽ മതി, അവിടുന്ന് സംസാരിച്ചാൽ മതി. ഞങ്ങൾ അത് വിശ്വസിക്കുന്നു. അത് നന്മയാകും, അത് ശ്രേഷ്ഠതയാകും, അത് മഹത്വമാകും. കർത്താവേ, അവിടുന്ന് ഈ മക്കൾ കൊണ്ട് ഇടപെടേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. എല്ലാ അസ്വസ്ഥതകളും മാറണം, എല്ലാ കലഹങ്ങളും മാറണം, എല്ലാ യുദ്ധങ്ങളും മാറിപ്പോകണം. കർത്താവ് ഇടപെടണം, സ്വസ്ഥത കൽപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.